ഈ 18 സീസണുകളിലും ആർ.സി.ബിക്ക് എന്തുകൊണ്ട് കിരീടം നേടാൻ കഴിയാതെ പോയി എന്നതൊരു പ്രസക്തമായ ചോദ്യമല്ല. 5 ഫൈനലുകൾ ഈ കഴിഞ്ഞ 2 ഫൈനൽ ഇന്നത്തെയും ഇപ്പോഴത്തെയും കഴിഞ്ഞ വർഷത്തെയും ഒഴിച്ചു നിർത്തിയാൽ 3 ഫൈനലുകൾ അവർ കളിച്ചിട്ടുണ്ട്. പക്ഷേ കിരീടത്തിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. ആ ആ ആ പഴയ ടീമിൽ നിന്ന് ഇപ്പോഴത്തെ ടീമിനുണ്ടായിട്ടുള്ള മാറ്റം എന്തായിരിക്കും? എനിക്ക് അന്നും വിരാട് കോഹ്ലി ഉണ്ടായിരുന്നു. ഇന്നും വിരാട് കോഹ്ലിയുണ്ട്. വിരാട് കോഹ്ലി എല്ലാ കാലത്തും അവിടെ ഉണ്ട്. വിരാട് കോഹ്ലി ഒരു നായകനായിട്ട് ഇപ്പം രജത് പട്ടിദാറാണ് നായകനെങ്കിലും ആളുകളുടെ മനസ്സിൽ ഇപ്പം വിരാട് കോഹ്ലി തന്നെയാണ് അവരുടെ ഒരു ഒരു എന്താ പറയുക ഇൻവിസിബിൾ ക്യാപ്റ്റൻ എന്ന രീതിയിൽ അദ്ദേഹം ഇവിടെ തന്നെ ഉണ്ട്. പക്ഷേ എങ്കിൽ കൂടിയും ഈ 2 സീസണുകൾ എടുത്ത് നോക്കുമ്പോൾ മറ്റ് സീസണുകളെ അപേക്ഷിച്ച് നോക്കുമ്പം ഈ ഇതിൽ പ്ലേയേഴ്സിന് കൃത്യമായിട്ടും അവരുടെ റോളുകൾ കൃത്യമായി നിർണ്ണയിച്ചിട്ടുണ്ട്. ഇവർക്കിത് കൃത്യമായിട്ട് അറിയാം. പലപ്പോഴും നമ്മളിപ്പോൾ എ ബി ഡിവിലിയേഴ്സ് ഉള്ള സമയത്ത് ക്രിസ് ഗെയിൽ ഉള്ള സമയത്ത് ക്രിസ് ഗെയിലിൻ്റെ ഒരു ബ്ലാസ്റ്റ് ഓപ്പണിംഗ് നമ്മളവിടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ മധ്യനിരയിൽ പിന്നെ എ ബി ഡി പ്ലസ് വിരാട് കോഹ്ലിയുടെ ഇന്നിങ്സ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ബോളേഴ്സ് ആ സമയത്ത് കാര്യമായിട്ട് അങ്ങനെ ഫോമിലൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ പിന്നെ ഈ 2 സീസണുകൾ എടുത്ത് നോക്കുമ്പോൾ ഇവിടെ ഇവർക്ക് ഓരോരുത്തർക്കും കൃത്യമായിട്ട് അവരുടെ റോളുകൾ അറിയാം. വെങ്കടേഷ് അയ്യറിന് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പിന്നെ അദ്ദേഹത്തിന് ആദ്യ പന്ത് തൊട്ട് അടിച്ചു കൊള്ളുക എന്നുള്ള രീതിയിലുള്ള ആ ഒരു ഉദ്യമമാണ് കൊടുത്തിരിക്കുന്നത്. അദ്ദേഹം കളിച്ച 3 മത്സരങ്ങളെ ഈ സീസൺ 3 4 മത്സരങ്ങളെ കളിച്ചിട്ടുള്ളൂ. ഫിൽ സാൾട്ടിന് പരിക്കായതുകൊണ്ട്. ഫിൽ സാൾട്ട് ആദ്യം ഏത് തരത്തിലാണോ കളിച്ചിരുന്നത് അതേ തരത്തിൽ തന്നെയാണ് വെങ്കടേഷ് അയ്യർ വന്നപ്പോൾ ഈ ടീമിലേക്ക് വന്നപ്പോൾ കളിച്ചുകൊണ്ടിരുന്നത്. അതായത് പക്ഷേ അത് ആ ഇമ്പാക്ട് പ്ലെയർ ആയിട്ടാണ് അദ്ദേഹം ഇമ്പാക്ട് വരുന്നത്. പ്ലെയർ അതായത് അദ്ദേഹം അതായത് ഫിൽ സാൾട്ട് എവിടെ നിർത്തിയോ അവിടെ നിന്നാണ് വെങ്കടേഷ് അയ്യർ അദ്ദേഹം തുടങ്ങിയത്. ഓൾറൗണ്ടർ ആണ്. പക്ഷേ അദ്ദേഹത്തിന് ബൗളിംഗ് വേണ്ട എന്നാണ് അതെ. പറഞ്ഞേക്കുന്നത് അല്ലേ? അതെ. അപ്പോൾ വെങ്കടേഷ് അയ്യർക്ക് കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ റോൾ അറിയാം. വിരാട് കോഹ്ലി എല്ലാ കാലത്തും അദ്ദേഹം ചെയ്തിരുന്ന റോൾ നങ്കൂരമിട്ട് കളിക്കുക, വിക്കറ്റ് പോവാതെ ഒരറ്റം കാത്തു സൂക്ഷിക്കുക എന്നുള്ളത്. അദ്ദേഹം ഈ 19 സീസണിലും അദ്ദേഹം കളിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഏതാണ്ട് സെയിം പാറ്റേൺ തന്നെയാണ്. ഇതിനിപ്പം ഈ സീസണിൽ അദ്ദേഹം കുറച്ചുകൂടി അഗ്രസീവായിട്ട് സ്കോർ റേറ്റ് അതായത് റൺ റേറ്റ് കൂട്ടിയിട്ട് കളിക്കാനും ശ്രമിച്ചിട്ടുണ്ട്. പിന്നെയുള്ള ഇപ്പം ജിതേഷ് ശർമ്മ വരെയുള്ള ടിം ഡേവിഡിൻ്റെ ഉദ്ദേശവും ഇതേപോലെ തന്നെയാണ്. ഫസ്റ്റ് ബോൾ തന്നെ അടിക്കുക. കൃണാൽ പാണ്ഡ്യക്കും കൃത്യമായിട്ട് പിന്നെ റൺ റേറ്റ് കുറച്ച് പന്തെറിയുക. അതായത് ഇത് എങ്ങനെ പിന്നെ ഏത് തരത്തിലാണെങ്കിലും കുഴപ്പമില്ല ബാറ്റ്സ്മാനെ കുഴക്കുക, ആ രീതിയിൽ പന്തെറിയുക. ഭുവി പിന്നെ അതുപോലെ തന്നെ ഡഫി പ്ലസ് ഹാസിൽവുഡ്, റാസിക്ക് ഈ 4 പേസർമാരെയാണ് അതായത് ഏറ്റവും കുറഞ്ഞ താരങ്ങളെ ഇപ്പോൾ ഒരു ടീമിൽ 25 പേരെങ്ങാനുണ്ട് മൊത്തത്തിൽ നോക്കുമ്പോൾ. പക്ഷേ ഈ IPL ഏറ്റവും കുറഞ്ഞ താരങ്ങളെ യൂസ് ചെയ്തിട്ട് കളിച്ചവരിൽ ഏതാണ്ട് ഒരു സെയിം ടീമിന് തന്നെയാണ് RCB എല്ലാ മത്സരങ്ങളും കളിപ്പിച്ചിട്ടുള്ളത്. അതായത് അവർ കൂടുതൽ മാക്സിമം യൂസ് ചെയ്തിട്ടുള്ളത് 16 പേരെ എങ്ങാനാണ് യൂസ് ചെയ്തിട്ടുള്ളത്. 8 പേരെങ്കിലും അവർ യൂസ് ചെയ്യാതെ മാറ്റി നിർത്തിയിട്ടുണ്ട്. അവർ കൃത്യമായിട്ടൊരു ടീം അവിടെ സെറ്റായിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഉദാഹരണം കൂടിയാണ്. അപ്പോൾ ഓരോരുത്തർക്കും ഈ 2 സീസണുകളിലും അവരുടെ റോളുകളെക്കുറിച്ച് കൃത്യമായ ബോധ്യം വന്നു എന്നുള്ളതാണ് ഈ വിജയങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ഘടകമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.